ആസാം കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ കണ്ടതിലെ ഏറ്റവും വലിയ പ്രളയം. മരിച്ച പ്രിയപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നഷ്ടമാവാതെ മരക്കൊമ്പുകളിലും മറ്റും കെട്ടിവെച്ച് രക്ഷാപ്രവർത്തകരെ കാത്തിരിക്കുന്ന, ഇന്ന് വരെ ഉണ്ടാക്കിയ സമ്പാദ്യവും വീടുമെല്ലാം വെള്ളപ്പാച്ചിലിൽ നഷ്ടമാകുന്നത് നിസ്സഹായരായി കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാനാകാതെ നെടുവേർപ്പെടുന്ന മനുഷ്യരുള്ള 800-ലധികം ഗ്രാമങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലായിട്ടുള്ള ആസാമിനെ അടിമുടി വിറപ്പിക്കുന്ന മഹാപ്രളയം. ഈ മഹാപ്രളയത്തിൽ ഇതുവരെ 70-ലധികം മനുഷ്യരും അതിലേറെ വളർത്തുമൃഗങ്ങളും മരിക്കുകയും ഏകദേശം 7 ലക്ഷത്തിലധികം ആളുകളുടെ ജീവിതത്തിനെ നേരിട്ട് ബാധിക്കുകയും 1.5 ലക്ഷത്തിലധികം പേർ കുടിയൊഴിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 4 ആഴ്ചയ്ക്കുള്ളിൽ 68ഓളം ആളുകളാണ് മരിച്ചതായി കണക്കുകൾ പുറത്തു വന്നിട്ടുള്ളത്. ഒപ്പം ഏകദേശം 40-ലധികം ആളുകളെയാണ് ഇതുവരെയും കാണാതായിട്ടുള്ളത്. കണക്കുകൾ പുറത്തു വരുമ്പോൾ ഇനിയും അതിലധികമായിരിക്കാം. 10,000-കണക്കിന് ആളുകളാണ് പലായനം ചെയ്തുകൊണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. 21 റവന്യൂ സർക്കിളുകളിലായി 631 ഗ്രാമങ്ങളിൽ കൂടിയായി 5 ലക്ഷത്തിലധികം ആളുകളെങ്കിലും ഈ ഒരു ദുരിതം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫ്ലഡിനെ തുടർന്ന് അടിഞ്ഞുകൂടിയ കനത്ത എക്കൽ മണ്ണ് കാരണം ബോട്ട് ഗതാഗതം സാധ്യമാകാത്തതിനെ തുടർന്ന് രക്ഷാപ്രവർത്തകർക്ക് പല മേഖലകളിലും എത്താൻ സാധിക്കുന്നത് പോലുമില്ല. പല ഗ്രാമങ്ങളും ഇപ്പോഴും രക്ഷാപ്രവർത്തനം എത്താത്ത അത്ര ദുർഘടമായ അവസ്ഥയിലാണ് വെള്ളത്തിനടിയിൽ ഇപ്പോഴും ഉള്ളത്. മരിച്ചവരിൽ ഭൂരിഭാഗം ജനങ്ങളും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയവരും, മുങ്ങി മരിച്ചവരും, മണ്ണിടിച്ചിലിന് ഇടയിൽപ്പെട്ടവരും, അതിന്റെ ഒപ്പം തന്നെ വീടുകളും മറ്റും തകർന്ന് മരിച്ചവരുമാണ്. ഏകദേശം 37,139.52 ഹെക്ടർ ഭൂമിയെങ്കിലും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് ഉള്ളത്. അതിന്റെ ഒപ്പം തന്നെ കനത്ത വെള്ളപ്പൊക്കത്തിലും മഴയിലും വീടുകൾക്കും റോഡുകൾക്കും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾക്കും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഇതുവരെ സംഭവിച്ചിട്ടുള്ളത്. സാധാരണയായി എല്ലാ മൺസൂൺ കാലത്തും ബ്രഹ്മപുത്ര നദി കരകവിഞ്ഞൊഴുകാറുണ്ട്. എന്നാൽ ഈ വർഷം കാര്യങ്ങൾ വളരെയധികം കൈവിട്ടു പോയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആസാമിലെ 40% ഭാഗങ്ങളും ഇതുപോലെ ഫ്ലഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയകളായിട്ട് നാഷണൽ ഫ്ലഡ് കമ്മീഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. പൊതുവെ ആസാമിന്റെ പടിഞ്ഞാറൻ മധ്യപ്രദേശങ്ങളിലാണ് പ്രളയ സാധ്യത മേഖലകളായിട്ട് കണക്കാക്കിക്കൊണ്ടിരുന്നത്. ജോർഹട്ട്, ശിവസാഗർ, ചരേഡിയോ തുടങ്ങിയ കിഴക്കൻ ആസാമിലെ ഭാഗങ്ങൾ സേഫ് ആയിട്ടുള്ള ഒരു ഇടമായിട്ടാണ് ഇത്രയും കാലം കരുതിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ജില്ലകളിൽ വേണ്ട ഒരു മുൻകരുതലുകളോ തയ്യാറെടുപ്പുകളോ ഒന്നും നടത്തിയിരുന്നുമില്ല. എന്നാൽ പതിവിന് വിപരീതമായി ഇത്തവണ പ്രളയം ഏറ്റവും കൂടുതൽ നാശം ഉണ്ടാക്കിയത് ഈ സുരക്ഷിതമാണെന്ന് കരുതിയ ഇടങ്ങളിലായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ പ്രളയം ഇത്തവണ ഇത്രയും രൂക്ഷമാകാനുള്ള പ്രധാന കാരണമായി സർക്കാർ കണക്കാക്കുന്നത് ഇത്തവണ ഉണ്ടായിട്ടുള്ള അതിതീവ്ര മഴയാണ്. ആസാമിൽ മാത്രമല്ല, സമീപ സംസ്ഥാനമായിട്ടുള്ള നാഗാലാൻഡിലെ മലനിരകളിലും വലിയ മഴയാണ് ഉണ്ടായിട്ടുള്ളത്. ചരേഡിയോയിൽ 400%, നാഗാലാൻഡിൽ 490% അധിക മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് ഈ പ്രളയത്തിന് കാരണം എന്നാണ് മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ പറയുന്നത്. അതിന്റെ കൂടെ തന്നെ കുത്തനെയുള്ള മലനിരകളിൽ നിന്നും ശക്തമായ വെള്ളം വളരെ വേഗത്തിൽ ബ്രഹ്മപുത്രയുടെ പോഷക നദികളായിട്ടുള്ള ഡാങ്, ഡാവോ, ഡൻസിരി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ഒഴുകിയെത്തുകയുണ്ടായി. ഓൾറെഡി കനത്ത മഴ കാരണം നിറഞ്ഞു കവിഞ്ഞിരുന്ന ബ്രഹ്മപുത്രയ്ക്ക് ഈ പോഷക നദികളിൽ നിന്നുള്ള വെള്ളം കൂടി ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നതും ഇതിന്റെ ഒപ്പം തന്നെ അന്തരീക്ഷത്തിൽ ഉണ്ടായിട്ടുള്ള അപ്പർ എയർ സൈക്ലോണിക് എന്ന സാഹചര്യം മൂലം ഈ മേഖലകളിൽ തുടർച്ചയായി മഴയുണ്ടായതും ഒക്കെ ഈ പ്രളയത്തെ വളരെയധികം രൂക്ഷമാക്കിയിട്ടുള്ള ഘടകങ്ങളാണ്. എന്നാൽ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ പറയുന്നത് പോലെ എല്ലാം പ്രകൃതിയുടെ തലയിലിട്ട് കൈയൊഴിയാനാവില്ല. ഒരു പരിധിവരെ ഈ മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കനത്ത മഴയ്ക്കൊപ്പം മനുഷ്യരുടെയും സർക്കാരിന്റെയും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ആസാം പോലുള്ള ഒരു ഭൂപ്രദേശത്ത് ഈ പ്രളയത്തിന്റെ ആഘാതം കൂട്ടിയിട്ടുള്ള ഘടകങ്ങളാണ്. ആസാമിൽ നടക്കുന്ന ഖനനവും നദീതീരങ്ങളിലെ മണ്ണെടുപ്പുമാണ് ഇതിന്റെ പ്രധാന കാരണമെന്ന് ആസാമിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ദോബഭദ്ര സൈക്കിയ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ദീപോ നദിയിലെ വെള്ളപ്പൊക്കത്തിന് കാരണം വ്യാപകമായിട്ടുള്ള അനധികൃത മണൽ കല്ല് ഖനനാണ് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നദിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ട് വ്യാപകമായി നടന്നിട്ടുള്ള ഖനനം നദിയുടെ സ്വാഭാവിക ഗതിയെയും ആഴത്തിനെയും ബാധിച്ചു. ഈ നിർണായക മാറ്റം നദിയുടെ വാഹനശേഷിയെ ഗണ്യമായി കുറയ്ക്കുകയും മിതമായ മഴയ്ക്ക് പോലും തീരങ്ങളിൽ കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ഒക്കെ ചെയ്യും എന്നാണ് അദ്ദേഹം സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് വിമർശിക്കുന്നത്. ആസാം എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ഡീഫോറസ്റ്റേഷൻ, അതായത് വനനശീകരണം സംഭവിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മരങ്ങൾ വെട്ടി മാറ്റിയതോടെ മണ്ണൊലിപ്പ് വർദ്ധിക്കുകയും മഴവെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നത് തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വനനശീകരണവും ഖനനവും കാരണം നദിയിൽ വളരെയധികം എക്കൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതാണ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ മേഖലകളിലെ രക്ഷാപ്രവർത്തകരുടെ സഞ്ചാരത്തെ പോലും തടസ്സപ്പെടുത്തിയിട്ടുള്ള ഒരു ഘടകം.
ഒപ്പം പ്രളയ സമയത്ത് ഡാമുകൾ നിറയുമ്പോൾ അതിൽ നിന്നുള്ള വെള്ളം ഒരുമിച്ച് പുറത്തുവിട്ടതും സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കി മാറ്റുകയായിരുന്നു. ആസാമില് 2017-ലും 2022-ലും ഒക്കെ പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെയും പ്രളയം ബാധിക്കാതിരുന്ന, വളരെ സുരക്ഷിതമാണെന്ന് കരുതിയിരുന്ന മേഖലകളെ പോലും പൂർണ്ണമായും തകർത്തു എന്നതാണ് ഈ പ്രളയത്തിനെ ഇത്രയും കൂടുതൽ രൂക്ഷമാക്കി മാറ്റുന്നത്. ഇപ്പോഴും വെള്ളത്തിനടിയിലുള്ള പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനവും ജനതയുടെ പുനരധിവാസവും എന്താകുമെന്നും ഈ മഹാമാരിയുടെ ദുരിതങ്ങളിൽ നിന്ന് ആസാമിലെ ജനങ്ങൾ എത്രയും വേഗം കരകയറുമെന്നും നമുക്കും ആഗ്രഹിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യാം. പ്രളയത്തിന്റെ കെടുതികൾ ഏറ്റവും അധികം അനുഭവിച്ചവരാണല്ലോ നമ്മളും.